പുഴയിലെ തെരച്ചിൽ എന്നുള്ളത് നിലവിൽ അസാധ്യം എന്ന തരത്തിലേക്ക് നാവികസേനയും വിവരങ്ങൾ നൽകുന്നുണ്ട്. ഷഫീദ് റാവുത്തർ ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി. ഷഫീദ്, ഇപ്പോൾ ഡീപ്പ് ഡൈവേഴ്സിന് പുഴയിലേക്ക് ഇറങ്ങാനുള്ള സാഹചര്യം എന്തായാലും നിലവിലില്ല. അത് 6 നോട്ട്സ് എന്നൊക്കെ പറയുമ്പോൾ വളരെ കൂടുതലാണ്, ആത്മഹത്യാപരമാണ് അങ്ങനെയുള്ളൊരു ഇടത്തേക്ക് മുങ്ങുക എന്നുള്ളത്. അതുകൊണ്ട് അത് തൽക്കാലത്തേക്ക് എഴുതി തള്ളിയിട്ടുണ്ട് എന്ന തരത്തിൽ തന്നെയാണോ നമ്മൾ കിട്ടിയ വിവരം? അനുജ, അതായത് അത് തന്നെയാണ്. കാരണം അവിടെ നടത്തിയ റെസ്ക്യൂ സംഘത്തിന് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ കൈമാറിയിട്ടുള്ള കുറിപ്പാണ് നമുക്കും ലഭിച്ചിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഗംഗാവാലി നദിയിലെ അടിയൊഴുക്ക് 7 നോട്ടിൽ കൂടുതലാണ്. ഏതെങ്കിലും തരത്തിൽ ഈ അടിയൊഴുക്ക് 2 നോട്ടിലേക്ക് എത്തിയാൽ മാത്രമേ അവർക്കൊരു ഡൈവിംഗ് സാധ്യതയുള്ളൂ. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമാനമായ സാഹചര്യമായിരുന്നു. ഇപ്പോൾ അത് 7 നോട്ടിൽ കൂടുതൽ അടിയൊഴുക്കുണ്ട് എന്ന നേവി സംഘം അവരുടെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം. ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഇവിടെ പോകുന്നു. ഇപ്പോൾ അനുജ, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, വീണ്ടും പ്രതികൂല കാലാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഒരു വൈഡ് വിഷ്വലിൽ നമുക്ക് അത് പൂർണ്ണമായും ആ രക്ഷാദൗത്യം നടക്കുന്ന മേഖല അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനും സാധിക്കും. അതായത് ഇതാണ് ഈ ഷിരൂർ എന്ന് പറയപ്പെടുന്ന അപകടം നടന്ന സ്ഥലത്തിന്റെ ഒരു വൈഡ് വ്യൂ. ആ വൈഡ് വ്യൂവിൽ നിന്ന് നമുക്ക് സൂമിലേക്ക് പോകുമ്പോൾ ഈ വൈഡ് വ്യൂവിൽ തന്നെ നമുക്ക് ഈ കാർമേഘങ്ങൾ കുന്നുകൂടിയതും മഴച്ചാറ്റലും കാണാൻ സാധിക്കും. അതിനുമപ്പുറത്തേക്ക് ആ സൂമിലേക്ക് പോകുമ്പോൾ അവിടെ ആ നദിയിൽ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട ബോട്ടുകൾ അത് അല്പസമയം മുൻപ് ഇറങ്ങി കാര്യമായിട്ടുള്ളവരുടെ പരിശോധന, അടിയൊഴുക്ക് പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ആ അടിയൊഴുക്കിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ആശ്വസിക്കാൻ കഴിയുന്ന ഒന്നുമില്ല. നിരാശ തന്നെയാണ് ഷിരൂരിൽ നിന്ന് അവസാനവും നമുക്ക് ലഭിക്കുന്ന വിവരം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഹഷ്മി പറഞ്ഞതുപോലെ മണ്ണ് മാറ്റം ചെയ്യുന്നു. അത് നേരത്തെ ലക്ഷ്മണന്റെ ചായക്കട ഇരുന്ന സ്ഥലത്ത് അർജുൻ ഉണ്ട് എന്നുള്ള അവസാനത്തെ സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നിലവിൽ ഇപ്പോൾ ഒടുവിലത്തെ സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിലേക്കുള്ള പരിശോധന. അത് എക്സ്കവേറ്റർ പരിശോധന മാത്രം അവിടെ നടത്തുന്നു. ഡ്രോൺ പരിശോധന പോയിന്റ് 3ഉം പോയിന്റ് 2ഉം കേന്ദ്രീകരിച്ച് വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഏറ്റവും ഒടുവിൽ ഈ ഡ്രോൺ പരിശോധന വിവരങ്ങളും ഔദ്യോഗികമായി നമുക്ക് ലഭിച്ചിരുന്നു. അതിൽ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. അതായത് നിലവിൽ ഇപ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു പ്രിസൈസ്ഡ് കാര്യം, ഒരു പ്രിസൈസ്ഡ് ലൊക്കേഷൻ അതുമായി ബന്ധപ്പെട്ട് ട്രേസ് ചെയ്യുക. നേരത്തെ നടത്തിയ 1ഉം 4ഉം സ്പോട്ടുകൾ അവിടെ കാര്യമായ ഒന്നുമില്ല എന്ന് സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി 7:30-ക്കായിരുന്നു ഒടുവിൽ പരിശോധന നടത്തിയത്. വീണ്ടും ഇപ്പോൾ ഈ പരിശോധന, ഡ്രോൺ പരിശോധന തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് റീറണ്ണുകൾ 4 തവണ നടത്തിയെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ നടത്തിയ റീറണ്ണിലും ഏതെങ്കിലും തരത്തിൽ 3ഉം 2ഉം സ്പോട്ടുകൾ, മൂന്നാമത്തെ സ്പോട്ടിൽ ഒരു നേരിയ ഒരു ശേഷി കുറഞ്ഞ, ശക്തി കുറഞ്ഞ സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. ആ സിഗ്നലിൽ ഈ ചില ലോഹഭാഗങ്ങൾ ചിതറിക്കിടക്കുന്ന ഒരു സിഗ്നലാണ് ലഭിച്ചിട്ടുള്ളത്. അതിപ്പോൾ അവിടെ കൂടുതൽ പരിശോധന അതുമായി ബന്ധപ്പെട്ട് അവരവിടെ നടത്തുന്നു. അതേസമയം സ്പോട്ട് 2ലും പരിശോധന നടത്തുന്നു. ഇന്നലെ രാത്രി നടത്തിയ പരിശോധനയിൽ അവർക്ക് നേരിയ സിഗ്നലുകൾ മാത്രമാണ് ലഭിച്ചത്. അപ്പോൾ ഇന്ന് ഈ ട്രാൻസ് റിസീവിംഗ് കപ്പാസിറ്റി കൂടുതലുള്ള ആധുനിക സംവിധാനങ്ങൾ ഡ്രോൺ പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളൊരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് മാത്രമാണ് ഇപ്പോൾ ആശ്വാസകരമായി, കുറച്ചെങ്കിലും അതൊരു ചെറിയ ആശ്വാസമായി മാത്രമേ നമുക്ക് കണക്കാക്കാൻ കഴിയുകയുള്ളൂ. അതേസമയം നമ്മൾക്കിതിനകത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഡൈവിംഗ് ആണ്, നേവി സംഘത്തിന്റെ ഡൈവിംഗ് ആണ്. പക്ഷേ ആ ഡൈവിങ്ങിനുള്ള ഒരു സാഹചര്യവും ഒരു സാധ്യതയും നിലവിൽ ഷിരൂരിൽ ഈ അപകട മേഖലയിലില്ല. കാരണം അത്രത്തോളം അടിയൊഴുക്കുണ്ട്, 7 നോട്ടിൽ കൂടുതൽ അടിയൊഴുക്കുണ്ട് എന്നുള്ളതാണ് അവസാനമായി ഏതാണ്ട് ഒരു 20 മിനിറ്റ് മുൻപ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഒരു തരത്തിലും ഡൈവിംഗ് ഇന്നും സാധ്യമാകില്ല, ഇന്നും നിരാശയായിരിക്കും ഫലം. നമുക്ക് ഇനി ഇക്കാര്യത്തിൽ അറിയേണ്ടത് എവിടെയാണ് ഇത് ഉള്ളത്, അതായത് അർജുന്റെ ട്രക്ക് പെട്ടത് എവിടെയാണെന്നുള്ള കാര്യമാണ്. ഇപ്പോഴത്തെ സിഗ്നൽ റിസീവ് ചെയ്ത് നമ്മൾ പരിശോധിച്ചതിൽ നിന്ന് 3ാമത്തെ സ്പോട്ട് കേന്ദ്രീകരിച്ച സൂചനകളുണ്ട്. പക്ഷേ അത് സ്ഥിരീകരിക്കുന്നില്ല, അവിടെ തന്നെ ഉറപ്പിച്ച് പരിശോധനയും നടത്തുന്നില്ല. പക്ഷേ മറ്റൊരു സാധ്യത, അതായത് അവസാനത്തെ ദൃക്സാക്ഷി മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്, അങ്ങനെ ചില മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നദിയോട് ചേർന്നിട്ടുള്ള സ്ഥലം, അതായത് നേരത്തെ നമ്മൾ അവിടെ പരിശോധന നടത്തണമെന്ന് ഒരിക്കൽ കേരളം ആവശ്യപ്പെട്ടതാണ്. ആ സ്ഥലത്ത് ഇപ്പോൾ എക്സ്കവേറ്റർ മണ്ണ് നീക്കി പരിശോധന നടത്തുന്നുണ്ട്. ഈ സോണാർ പരിശോധനയിലും ആ സ്ഥലത്ത് ചില സൂചനകൾ, ചില ഇൻഡിക്കേഷനുകൾ ലഭിച്ചിരുന്നു. ഏതായാലും വീണ്ടും ഈ ഷിരൂർ മേഖലയിൽ മഴ കനക്കുകയാണ്, കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയാണ്. ഈ രീതിയിൽ ഇനിയും ഇന്നലത്തെ സമാനമായ സാഹചര്യത്തിൽ മഴ ശക്തമായാൽ പിന്നെ നമുക്ക് ഇന്നത്തേക്ക് പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല എന്ന് പറയേണ്ടി വരും. ഡ്രോൺ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർത്തിവെക്കേണ്ടി വരും. ഇന്നലെ ഈ മഴ ശക്തമായപ്പോൾ ഈ ഡ്രോൺ മെഷീനും ഡ്രോൺ സ്റ്റേഷനും ഒന്നും പ്രവർത്തിപ്പിക്കാൻ കഴിയാത്തത്ര പ്രതികൂല കാലാവസ്ഥയുണ്ടായിരുന്നു. ആ പ്രതികൂല കാലാവസ്ഥ അതിന്നും തുടരുകയാണെങ്കിൽ ഇന്നും നിരാശയായിരിക്കും ഷിരൂരിൽ നിന്ന് പുറത്തു വരുന്ന ഫലം. അതെ, അതാണ് ഷിരൂരിൽ ദൗത്യം ഇന്നും ഇതുവരെ നിരാശാജനകമെന്ന തരത്തിലേക്കുള്ള വിലയിരുത്തലുകളാണ് വരുന്നത്. കാരണം അതിലേറ്റവും പ്രധാനം ഇത് പ്രതിസന്ധി എന്ന് പറയുന്നതിന് കാരണം ഡൈവേഴ്സിന് ഇറങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഒരേ സമയം തന്നെ പുഴയിൽ തെരച്ചിൽ നടത്തേണ്ടതുണ്ട്, ഒപ്പം തന്നെ കരയിൽ മണ്ണ് മാന്തിയുള്ള പരിശോധന അതിപ്പോൾ അവിടെ പുരോഗമിക്കുന്നുണ്ട്. കൂടുതൽ യന്ത്രങ്ങൾ അങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. എസ് വിജയകുമാർ കൂടിയുണ്ട്.